Good morning. Morning, ma'am. Good morning, Miss. Good morning. Good morning. എങ്ങനെയുണ്ട്? മഴയൊക്കെ ഉണ്ടോ? മഴയുണ്ട്. ഇല്ല. വീണ്ടും മഴ തുടങ്ങി. ഓക്കെ. ഇവിടെ കാലത്ത് നല്ല മഴയായിരുന്നു, നല്ല വെയിലാണ്. ഇവിടെ കാലത്ത് പോലും നല്ല മഴയാണ് മിസ്സേ. അതല്ലേ, തണുത്ത് വിറച്ചിരിക്കുന്നുണ്ടാവല്ലോ. അപ്പൊ ഏറെക്കുറെ പാടത്തിന്റെ ചേട്ടാ വീടും കൊണ്ടും നല്ല തണുപ്പുണ്ട്. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സില് ഓർഗനൈസേഷണൽ ഓഡിറ്റ് വരെയാണ് എടുത്തത്. വായിച്ചു നോക്കിയായിരുന്നോ ഓർഗനൈസേഷണൽ ഓഡിറ്റ് വരെ? എന്താണ് ഓർഗനൈസേഷണൽ ഓഡിറ്റ്? ആർക്ക് പറയാൻ പറ്റും? എന്തായിരുന്നു ഓർഗനൈസേഷണൽ ഓഡിറ്റ്? ഓർമ്മയില്ല ആർക്കും? വായിച്ചായിരുന്നോ നിങ്ങള്? ആർക്ക് പറയാൻ പറ്റും? ഗ്രീഷ്മ സുധി. മിസ്, ഞാൻ ആ ക്ലാസ്സിൽ ഉണ്ടായിരുന്നില്ല. കുറച്ച് ദിവസമായി മിസ്സിന്റെ ക്ലാസ് കയറിയിട്ട്. ഓക്കെ, സഫിയ. പക്ഷെ ഇന്നലെ ഞാൻ ക്ലാസ്സിൽ ഇല്ലായിരുന്നു, മോളെ സ്കൂളിൽ കൊണ്ടുപോയേക്കുവായിരുന്നു. എന്തോ ക്ലാസ്സിലുള്ള ആളുകൾ ആരായിരുന്നു? ശ്രീലക്ഷ്മി ഉണ്ടായിരുന്നു. ആരായിരുന്നു? ആൽബിൻ. മോനെന്താ മനസ്സിലായ? ഓർഗനൈസേഷണൽ ഓഡിറ്റ് എന്ന് പറഞ്ഞാല് പോയാ? ശ്രീലക്ഷ്മി, ആരെങ്കിലും ഒരാൾ പറഞ്ഞേ എന്താണ് ഓർഗനൈസേഷണൽ ഓഡിറ്റ്? ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അതുമായിട്ട് ബന്ധപ്പെട്ട് നടത്തുന്ന ഓഡിറ്റ്. എന്തായിരുന്നു അതിനകത്ത് ഇവാലുവേറ്റ് ചെയ്യുന്നത്? നിയമനമാണോ മിസ്? നിയമന സംവിധാനങ്ങളുടെ. ഓക്കെ, അതുമായിട്ട് വരുന്നുണ്ട്. ഓക്കെ, ഓർഗനൈസേഷണൽ ഓഡിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മള് എന്താണ്, അപ്പോയിന്റ്മെന്റ് സിസ്റ്റംസ് ഉണ്ട്, അതുപോലെ തന്നെ പ്രാക്ടീസ്, പോളിസീസ്, പല സ്റ്റാൻഡേർഡ്സ് ഉണ്ടാകും അല്ലെ. ഇതൊക്കെ ഇവാലുവേറ്റ് ചെയ്യുന്നതിനെയാണ് ഓർഗനൈസേഷണൽ ഓഡിറ്റ് എന്ന് പറയുന്നത്. ഓർഗനൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട അപ്പോയിന്റ്മെന്റ് സിസ്റ്റംസ്, പോളിസീസ്, പ്രൊസീജിയേഴ്സ്, സ്റ്റാൻഡേർഡ്സ് ഇതൊക്കെ ഇവാലുവേറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ഓർഗനൈസേഷണൽ ഓഡിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് മെത്തേഡ്സ് യൂസ്ഡ് ഇൻ ഓഡിറ്റ്. മെത്തേഡ്സ് ഓഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏതൊക്കെ മെത്തേഡ്സ് ആണ് യൂസ് ചെയ്യുന്നത്? ഫസ്റ്റ് വൺ ആണ് ഡയറക്റ്റ് ഒബ്സർവേഷൻ. ഡയറക്റ്റ് ഒബ്സർവേഷൻ എന്ന് പറയുമ്പോൾ നേരിട്ട് നമ്മൾ നിരീക്ഷണങ്ങൾ നടത്താം അല്ലെ, അതാണ് ഡയറക്റ്റ് ഒബ്സർവേഷൻ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഒരു ഓഡിറ്റ് നമ്മൾ നടത്താൻ പോകുമ്പോൾ ഒരു വിഷയം നമ്മൾ എടുക്കും അല്ലെ. ചിലപ്പോൾ പേഷ്യൻസ് കെയർ ആയിരിക്കാം, അല്ലെങ്കിൽ ഡോക്ടേഴ്സ് പേഷ്യൻസിന് കൊടുക്കുന്ന ട്രീറ്റ്മെന്റിന്റെ അടിസ്ഥാനത്തിലായിരിക്കാം. ഒരു വിഷയം നമ്മൾ എടുത്തിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? അത് ഓഡിറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതാണ് ഡയറക്റ്റ് ഒബ്സർവേഷൻ. ഇനി ചെക്ക് ലിസ്റ്റ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? കുറെ കാര്യങ്ങൾ, രേഖകള്, അതുപോലുള്ള കാര്യങ്ങൾ നമ്മൾ ചെക്ക് ചെയ്ത് ഓരോ കാര്യങ്ങളെ ചെക്ക് ചെയ്ത് നോക്കിയിട്ടാണ് ഓഡിറ്റ് നടത്തുന്നത്. ഇനി അതുപോലെ തന്നെ ഡോക്യുമെന്റേഷൻ ഓർ റെക്കോർഡ്സ് അല്ലെ, പേഷ്യൻസിന്റെ റെക്കോർഡ്സ് ആവാം, അതുപോലെ പേഷ്യൻസുമായി ബന്ധപ്പെട്ട എന്താണ് ഡോക്യുമെന്റേഷൻസ്, അങ്ങനെ പല പല ഡോക്യുമെന്റേഷൻസ് ഒക്കെ ഉണ്ടാവും. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് കുറെ കാര്യങ്ങൾ നോക്കിയിട്ടാണ് ഓഡിറ്റ് നടത്തുന്നത്. ഇനി എന്താണ്, ക്വസ്റ്റ്യനെയേഴ്സ് വഴി ഓഡിറ്റ് നടത്താൻ പറ്റും അല്ലെ. ക്വസ്റ്റ്യനെയേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്കറിയാം.
പല ആളുകളോട് അല്ലെ സർവേ പോലെയുള്ള മെത്തേഡാണ് ക്വസ്റ്റ്യനെയർ ചോദിച്ചുകൊണ്ട് ആളുകളിൽ നിന്ന് ഇൻഫർമേഷൻസ് ഒക്കെ സ്വീകരിച്ച് നമുക്ക് ഓഡിറ്റ് തയ്യാറാക്കാവുന്നതാണ്. അതുപോലെ ഇന്റർവ്യൂസ് അല്ലെ ആളുകളിൽ നിന്ന് ഇന്റർവ്യൂ നടത്തിയിട്ട് ആളുകളെ പരസ്പരം ഇന്റർവ്യൂ നടത്തി നമുക്ക് എന്താണ് അവരിൽ നിന്ന് കിട്ടുന്ന ഇൻഫർമേഷൻസിന്റെ ബേസിൽ ഇവാലുവേഷൻ നടത്താവുന്നതാണ്. അതുപോലെ ക്ലിനിക്കൽ കേസ് റിവ്യൂസ് അതുപോലെന്നുണ്ടെങ്കിൽ ഇപ്പോ എന്താണ് പേഷ്യൻസിനോട് തന്നെ ഇൻഫർമേഷൻസ് ഒക്കെ ചോദിച്ചിട്ട് അവർ കൊടുക്കുന്ന കെയർ എങ്ങനെയാണ്, നിങ്ങൾ സാറ്റിസ്ഫാക്ഷൻ ആകുന്നുണ്ടോ, അതുപോലെ തന്നെ മെഡിസിനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, പരിചരണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് രോഗികളോട് ചോദിച്ചു മനസ്സിലാക്കി അവരിൽ നിന്ന് കിട്ടുന്ന ഇൻഫർമേഷൻസിൽ നിന്നാണ് നമുക്ക് ഓഡിറ്റ് ക്ലിനിക്കൽ കേസസ് റിവ്യൂ നടത്താൻ പറ്റുന്നത്. അത് ഇവാലുവേറ്റ് ചെയ്യുന്നു അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇത്തരം കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കാം. മെത്തേഡ്സ് യൂസ്ഡ് ഇൻ ഓഡിറ്റ്, ഡയറക്റ്റ് ഒബ്സർവേഷൻ ഉണ്ട്, ചെക്ക് ലിസ്റ്റ് ഉണ്ട്, ഡോക്യുമെന്റേഷൻ ഓർ റെക്കോർഡ്സ്, ക്വസ്റ്റ്യനെയർസ്, ഇന്റർവ്യൂ, ക്ലിനിക്കൽ കേസ് റിവ്യൂ. ഓക്കെ, ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. എന്തൊക്കെയാണെന്ന് ചോദിക്കാം. ഓഡിറ്റ് നടത്താൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന മെത്തേഡ്സ് എന്തൊക്കെയാണെന്ന് ചോദിക്കാം. ഇമ്പോർട്ടന്റ് ആണ്. ഓരോന്നും വായിച്ച് വെക്കുക. നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ് ടൈപ്സ് ഓഫ് ക്ലിനിക്കൽ ഓഡിറ്റ്. ടൈപ്സ് ഓഫ് ക്ലിനിക്കൽ ഓഡിറ്റ് ഏതൊക്കെയാണ്, അതുപോലെ കൺകറന്റ് ഓഡിറ്റ് എന്താണ്, റെട്രോസ്പെക്റ്റീവ് ഓഡിറ്റ് എന്താണെന്ന് ചോദിക്കാവുന്നതാണ്. അപ്പോൾ 3 കാര്യങ്ങളാണ് ഈ ക്വസ്റ്റ്യനിൽ നിന്ന് വരുന്നത്. ടൈപ്സ് ഓഫ് ക്ലിനിക്കൽ ഓഡിറ്റ് ചോദിക്കും, കൺകറന്റ് ഓഡിറ്റ് എന്താണ്, അതുപോലെ റെട്രോസ്പെക്റ്റീവ് ഓഡിറ്റ് എന്താണെന്ന് ചോദിക്കുന്നത്. ഇമ്പോർട്ടന്റ്, വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. ടൈപ്സ് ഓഫ് ക്ലിനിക്കൽ ഓഡിറ്റ് വരുന്നത് കൺകറന്റ് ഓഡിറ്റ്, അതുപോലെ തന്നെ റെട്രോസ്പെക്റ്റീവ് ഓഡിറ്റ്. 2 ടൈപ്സ് ഓഫ് ഓഡിറ്റ് ആണ് വരുന്നത് കേട്ടോ. കൺകറന്റ് ഓഡിറ്റ് ഉണ്ട്, റെട്രോസ്പെക്റ്റീവ് ഓഡിറ്റ് ഉണ്ട്. പിന്നെ കൺകറന്റ് ഓഡിറ്റ് എന്താണ്? കെയർ ഈസ് അസസ്ഡ് അറ്റ് ദ ടൈം ഇറ്റ് ഈസ് ടേക്കൺ സ്പീഡ്. Care is assessed at the time it is taking speed. എന്താണ് കൺകറന്റ് ഓഡിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, കൺകറന്റ് ഓഡിറ്റ് എന്ന് പറഞ്ഞാല് പരിചരണം നടക്കുന്ന സമയത്ത് ഇവാലുവേറ്റ് ചെയ്യുന്നതാണ് കൺകറന്റ് ഓഡിറ്റ് എന്ന് പറയുന്നത്. പരിചരണം ടേക്കൺ ആണോ കൊടുത്തിരിക്കുന്നത്? ഓക്കെ 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 കേട്ടോ. ഓക്കെ, അപ്പോ എന്താണ്? കെയർ ഈസ് അസസ്ഡ് അറ്റ് ദ ടൈം ഇറ്റ് ഈസ് ടേക്കൺ സ്പീഡ്, അങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, പിന്നെന്താ പ്രശ്നം? ടേക്കൺ പ്ലേസ് എന്ന് കൊടുത്തേക്കണേ. ഓക്കെ, ടേക്കൺ പ്ലേസ് അല്ലേ? ഓക്കെ ഓക്കെ, സ്പീഡ് അല്ല പ്ലേസ് എന്നാണ് കേട്ടോ. കേട്ടോ, ഒന്ന് മ്യൂട്ടാക്കിക്കോട്ടെ. എന്തെങ്കിലും പ്രശ്നം വന്നാല് ബുദ്ധിമുട്ടാവും നിങ്ങൾക്ക് കേൾക്കാനായിട്ട്. ഓക്കെ, കറക്റ്റ് ആണ് കേട്ടോ, അങ്ങനെ തന്നെ മതി. അപ്പോ ടേക്കൺ പ്ലേസ്, ടേക്കിംഗ് പ്ലേസ്. അപ്പോ കൺകറന്റ് ഓഡിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പരിചരണം നടക്കുന്ന സമയത്ത് വിലയിരുത്തുന്നു. ഓക്കെ, ക്ലിയർ ആയോ? നമുക്ക് എഴുതി വെക്കാം കേട്ടോ, മനസ്സിലായ രീതിയിൽ എഴുതി വെക്കാം. പരിചരണം നടക്കുന്ന സമയത്ത് വിലയിരുത്തും. ഒരു ഹോസ്പിറ്റലിലേക്ക് ഫോർ എക്സാമ്പിൾ പറയുകയാണ്, ഒരു ഹോസ്പിറ്റലിലേക്ക് ഒരു രോഗി വന്നു, പരിചരണം കൊടുക്കുന്നു. ആ പരിചരണം കൊടുക്കുന്ന സമയത്താണ് അവിടെ ഇവാലുവേറ്റ് ചെയ്യുന്നത്. ക്ലിയർ ആയോ? അതാണ് കൺകറന്റ് ഓഡിറ്റ്. പരിചരണം അത് നടക്കുന്ന സമയത്ത് വിലയിരുത്തുന്നു. ഇപ്പോ നമ്മളൊരു എക്സാമ്പിൾ പറയാം. ബാങ്കില് ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യാൻ പോയി. ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യുന്ന ആ സമയത്ത് തന്നെയാണ് നമ്മുടെ കമ്പ്യൂട്ടറിൽ അവരെ എൻട്രി ചെയ്യുന്നത് അല്ലെ? അല്ലെങ്കിൽ നമ്മൾ പോയി 1 മണിക്കൂർ കഴിഞ്ഞ് വീട്ടിലെത്തിയിട്ട് അതിനുശേഷമായിരിക്കോ അവരുടെ കമ്പ്യൂട്ടറിൽ നമ്മൾ എൻട്രി ചെയ്യാം എമൗണ്ട് ഒക്കെ? ആണോ? അല്ല അല്ലെ? നമ്മൾ കൊടുത്തു, അപ്പോൾ തന്നെ അവർ എന്ത് ചെയ്യുന്നുണ്ട്? എൻട്രി ചെയ്ത് വെക്കും അല്ലെ? തന്നെയാണ് ഇവിടെയും നടക്കുന്നത് അല്ലെ? ആ പരിചരണം നടക്കുന്ന സമയത്ത് തന്നെയാണ് ഇവാലുവേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ബാങ്കുകളിൽ യൂസ് ചെയ്യുന്നത് കൺകറന്റ് ഓഡിറ്റ് ആണ് കേട്ടോ. ബാങ്കിലൊക്കെ യൂസ് ചെയ്യുന്നത് കൺകറന്റ് ഓഡിറ്റ് ആണ്.
അപ്പോ കൺകറന്റ് ഓഡിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പരിചരണം നടക്കുന്ന സമയത്ത് വിലയിരുത്തുന്നു. ഇനി റെട്രോസ്പെക്റ്റീവ് ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? കെയർ ഈസ് റേറ്റഡ് ആഫ്റ്റർ ഇറ്റ് ഹാസ് ബീൻ കംപ്ലീറ്റഡ് ത്രൂ റെക്കോർഡ്സ്. അപ്പോ റെട്രോസ്പെക്റ്റീവ് ഓഡിറ്റ് എന്ന് പറഞ്ഞാല് രേഖകൾ മുഖേന പൂർത്തിയാക്കിയ ശേഷമാണ് പരിചരണം വിലയിരുത്തുന്നത്. രേഖകൾ മുഖേന പൂർത്തിയാക്കിയ ശേഷമാണ് പരിചരണം വിലയിരുത്തുന്നത്. അതാണ് റെട്രോസ്പെക്റ്റീവ് ഓഡിറ്റ് എന്ന് പറയുന്നത്. ഒരു രോഗി ഹോസ്പിറ്റലിൽ വന്നു, പരിചരിച്ചു, കെയർ കൊടുത്തതിന് ശേഷം അദ്ദേഹത്തിന്റെ എല്ലാ മെഡിക്കൽ റെക്കോർഡ്സും പൂർത്തിയാക്കി അതിനുശേഷമാണ് ഈ ഓഡിറ്റ് ഇവാലുവേറ്റ് ചെയ്യുന്നത്. ക്ലിയർ ആയോ? ഒരു എക്സാമ്പിൾ പറയാം. എന്താണ്, ഒരു രോഗിക്ക് ഇപ്പൊ ഇൻഷുറൻസ് കവറേജ് കിട്ടണമെങ്കിൽ അവിടെ എന്ത് കൊടുക്കണം? ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ രേഖകളും സബ്മിറ്റ് ചെയ്യണം അല്ലെ. എന്നാൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടുള്ളൂ? ഇൻഷുറൻസ് അല്ലെ, അത് പാസ്സായിട്ട് അത് കിട്ടുള്ളൂ നമുക്ക് അല്ലെ, ഇൻഷുറൻസ് കവറേജ് കിട്ടുള്ളൂ. അപ്പൊ എല്ലാ രേഖകളും അവരുടെ മുൻപിൽ, കമ്പനിയുടെ മുമ്പിൽ സബ്മിറ്റ് ചെയ്ത് അതിനുശേഷം മാത്രമായിരിക്കും നമുക്ക് ഇൻഷുറൻസ് കവറേജ് കിട്ടുന്നത്. അതുപോലെ തന്നെയാണ് എല്ലാ രേഖകളും പരിചരണം കൊടുത്തു, എല്ലാ രേഖകളും സബ്മിറ്റ് ചെയ്തു, എല്ലാ രേഖകളും പൂർത്തിയാക്കി അതിനുശേഷമാണ് ഓഡിറ്റ് ഇവാലുവേറ്റ് ചെയ്യുന്നത്. അതാണ് റെട്രോസ്പെക്റ്റീവ് ഓഡിറ്റ്. മനസ്സിലായോ? കൺകറന്റ് ഓഡിറ്റ് ഉണ്ട്, അതുപോലെ തന്നെ റെട്രോസ്പെക്റ്റീവ് ഓഡിറ്റ് ഉണ്ട്. ടൈപ്സ് ഓഫ് ക്ലിനിക്കൽ ഓഡിറ്റ് ആണ്, മറക്കരുത്, ഇമ്പോർട്ടന്റ് ആണ്. ടൈപ്സ് ഓഫ് ക്ലിനിക്കൽ ഓഡിറ്റ് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2 തരത്തിലാണുള്ളത്. കൺകറന്റ് ഓഡിറ്റ് ഉണ്ട്, റെട്രോസ്പെക്റ്റീവ് ഓഡിറ്റ് ഉണ്ട്. കൺകറന്റ് ഓഡിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? പരിചരണം നടക്കുന്ന സമയത്ത് ഇവാലുവേറ്റ് ചെയ്യുന്നത്. റെട്രോസ്പെക്റ്റീവ് ഓഡിറ്റ് എന്ന് പറഞ്ഞാല് കെയർ കൊടുത്ത ശേഷം രേഖകളെല്ലാം എന്ത് ചെയ്തു? രേഖകളെല്ലാം പൂർത്തിയാക്കി അതിനുശേഷമാണ് ഇവാലുവേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ ഇനി? ഓക്കെ അല്ലേ? ജസ്റ്റ് ഒന്ന് അവിടെ മനസ്സിലാവുന്ന രീതിയിൽ ഒന്ന് എഴുതി വെക്കാം കേട്ടോ. ചിലപ്പോ ഇനി എക്സാമിനൊക്കെ വായിച്ചു നോക്കുമ്പോൾ ക്ലിയർ ആവില്ല. ഓക്കെ, എക്സാമ്പിൾ സഹിതം അവിടെ ഒന്ന് എഴുതി വെക്കാം. ഡൗട്ട് ഒന്നുമില്ലല്ലോ? നെക്സ്റ്റ് പോർഷനിലോട്ട് പോട്ടെ. ഓക്കെ, നെക്സ്റ്റ് ആണ് പർപ്പസ് ഓഫ് ക്ലിനിക്കൽ ഓഡിറ്റ്. ക്ലിനിക്കൽ ഓഡിറ്റിന്റെ ലക്ഷ്യം എന്താണ് അല്ലെ? പർപ്പസ് ഓഫ് ക്ലിനിക്കൽ ഓഡിറ്റ്. ഫസ്റ്റ് പോയിന്റ്, പ്ലാനിംഗ് ദ ഫ്യൂച്ചർ കോഴ്സ് ഓഫ് ആക്ഷൻ. ഇറ്റ് ഈസ് നീഡ്ഫുൾ ടു ഒബ്റ്റെയിൻ ബേസ്ലൈൻ information through assessment of achievements. Planning the future course of action. It is needful to obtain baseline information through assessment of achievements. എന്താണ്? ഒരു ഹോസ്പിറ്റലിന്റെ ഫ്യൂച്ചർ പ്ലാനിങ്ങിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഹോസ്പിറ്റലിന്റെ ഫ്യൂച്ചറിലെ നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ടും, അച്ചീവ്മെന്റ്സ് എന്ന് പറഞ്ഞാല് നേട്ടങ്ങളാണ് അല്ലെ. ഒരു ഹോസ്പിറ്റലിന്റെ എന്താണ് അഞ്ചു പറഞ്ഞത്? അത് പറയുന്നില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പറയാം. മിസ് പറഞ്ഞിട്ടില്ല. ജസ്റ്റ് ഒന്ന് ഓർഗനൈസേഷൻ ഓഡിറ്റ് എന്താണെന്ന് മാത്രം പറഞ്ഞിട്ടുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോ പർപ്പസ് ഓഫ് ക്ലിനിക്കൽ ഓഡിറ്റില് നമ്മൾ പഠിച്ചത് ഫസ്റ്റ് പോയിന്റ് ആണ് പറയുന്നത് അല്ലെ. എന്താണ്? പ്ലാനിംഗ് ദ ഫ്യൂച്ചർ കോഴ്സ് ഓഫ് ആക്ഷൻ. ഇറ്റ് ഈസ് നീഡ്ഫുൾ ടു ഒബ്റ്റെയിൻ ബേസ്ലൈൻ ഇൻഫർമേഷൻ ത്രൂ അസസ്മെന്റ് ഓഫ് അച്ചീവ്മെന്റ്സ്. ഹോസ്പിറ്റലിന്റെ ഫ്യൂച്ചർ പ്ലാനിങ്ങിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഹോസ്പിറ്റലിന്റെ അച്ചീവ്മെന്റ്സ് അല്ലെ, നേട്ടങ്ങൾക്ക്, ഫ്യൂച്ചറിലെ ഹോസ്പിറ്റലിന്റെ നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ടും വിലയിരുത്താനായിട്ട്, നേട്ടങ്ങൾ വിലയിരുത്താൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ക്ലിനിക്കൽ ഓഡിറ്റ് നടത്തുന്നുണ്ട്. മനസ്സിലായോ? ഫസ്റ്റ് പോയിന്റ്, ഹോസ്പിറ്റലിലെ ഫ്യൂച്ചർ, ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട ഫ്യൂച്ചർ പ്ലാനിങ്ങിന് വേണ്ടിയിട്ടും ഹോസ്പിറ്റലിന്റെ എന്താണ് ഫ്യൂച്ചറിലെ നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ടും നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തിനെയാണ്? ക്ലിനിക്കൽ ഓഡിറ്റിനെയാണ്.
അതുപോലെ തന്നെ നെക്സ്റ്റ് പോയിന്റ് നോക്കാം. ഫോർ comparison purpose with a view to improve the service. എന്താണ് സർവീസുകൾ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെ, ഹോസ്പിറ്റലിൽ കൊടുക്കുന്ന പല സർവീസുകൾ രോഗികൾക്ക് കൊടുക്കുന്നുണ്ട് അല്ലെ, അത് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്ലിനിക്കൽ ഓഡിറ്റ് സഹായിക്കുന്നുണ്ട്. It is regulatory the nature that ensure full and effective utilization of staff and facilities available. എന്താണ് ഫുള്ളായിട്ടുള്ളതും പൂർണ്ണമായിട്ടുള്ളതും അതുപോലെ തന്നെ എഫക്റ്റീവ് ആയിട്ടുള്ള യൂട്ടിലൈസേഷൻ, ആരുടെ യൂട്ടിലൈസേഷൻ, അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകളുടെ യൂട്ടിലൈസേഷന് വേണ്ടിയിട്ട് ക്ലിനിക്കൽ ഓഡിറ്റ് സഹായിക്കുന്നുണ്ട്. ആവശ്യത്തിനനുസരിച്ച് സ്റ്റാഫുകളുടെ യൂട്ടിലൈസേഷന് വേണ്ടിയിട്ടും നമ്മളെ ക്ലിനിക്കൽ ഓഡിറ്റ് സഹായിക്കുന്നുണ്ട്. ഇനി എന്താ പറയുന്നത്, evaluate the effectiveness and efficiency of health programs and services put into practices. അവിടെ കൊടുക്കുന്ന പല സർവീസുകൾ അല്ലെ, ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട് പല സർവീസുകൾ കൊടുക്കുന്നുണ്ട്, അതുപോലെ ഹെൽത്ത് പ്രോഗ്രാംസ് കൊടുക്കുന്നുണ്ട് അല്ലെ. അവര് കൊടുക്കുന്ന പല സർവീസുകളും അതുപോലെ ഹെൽത്ത് പ്രോഗ്രാംസിലും എത്രമാത്രം ഇഫക്റ്റീവ്നെസ് ഉണ്ട്, എത്രമാത്രം എഫിഷ്യൻസി ഉണ്ട് എന്ന് അളക്കാൻ വേണ്ടിയിട്ട് നമ്മള് ക്ലിനിക്കൽ ഓഡിറ്റ് നടത്തുന്നുണ്ട്. എഫിഷ്യൻസി ആൻഡ് ഇഫക്റ്റീവ്നെസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇഫക്റ്റീവ്നെസ് എന്ന് പറഞ്ഞാൽ ഫലപ്രദമായ, എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ കാര്യക്ഷമമായ. അപ്പോ ഇഫക്റ്റീവ്നെസ്സും കാര്യക്ഷമമായിട്ട്, ഇഫക്റ്റീവ്നെസ്സും അതുപോലെ തന്നെ എഫിഷ്യൻസിയും അളക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെ, അവിടെ കൊടുക്കുന്ന സർവീസിലും ഹെൽത്ത് കെയർ പ്രോഗ്രാംസിലും എത്രമാത്രം ഇഫക്റ്റീവ്നെസ് ഉണ്ട്, എത്രമാത്രം എഫിഷ്യൻസി ഉണ്ടെന്ന് അളക്കാൻ വേണ്ടിയിട്ട് നമ്മള് ക്ലിനിക്കൽ ഓഡിറ്റ് നടത്തുന്നുണ്ട്. ഇനി നറേറ്റ് ആൻഡ് മെഷർ പ്രസന്റ് പെർഫോമൻസ്, ഇപ്പോഴുള്ള കറന്റ് ആയിട്ടുള്ള പ്രസന്റ് ആയിട്ടുള്ള പെർഫോമൻസ് അളക്കാൻ വേണ്ടിയിട്ടും എന്ത് ചെയ്യുന്നത് ക്ലിനിക്കൽ ഓഡിറ്റ് സഹായിക്കുന്നുണ്ട്. ഹെൽപ്പ് ഡെവലപ്പിംഗ് ഒബിയസ് സ്റ്റാൻഡേർഡ്സ്. ഒബിയസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒബിയസ് വ്യക്തമായ കേട്ടോ, വ്യക്തമായ മാനദണ്ഡങ്ങള് വികസിപ്പിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് ക്ലിനിക്കൽ ഓഡിറ്റ് സഹായിക്കുന്നുണ്ട്. സ്റ്റാൻഡേർഡ്സ് എന്ന് പറഞ്ഞാല് മാനദണ്ഡങ്ങള്, വ്യക്തമായിട്ടുള്ള സ്റ്റാൻഡേർഡ്സ് മാനദണ്ഡങ്ങള് വികസിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ടും ക്ലിനിക്കൽ ഓഡിറ്റ് സഹായിക്കുന്നുണ്ട്. റെക്കമെൻഡ്സ് വാട്ട്സ് റിക്വയർഡ് ടു ബി ചേഞ്ച്ഡ്. ഇനി നമുക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അത് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടും ഇത് ചെയ്യുന്നുണ്ട് ക്ലിനിക്കൽ ഓഡിറ്റ് സഹായിക്കുന്നുണ്ട്. ഇറ്റ് ഹെൽപ്സ് ടു മൊബിലൈസ് റിസോഴ്സസ് ഫോർ ചേഞ്ച്. മാറ്റത്തിനായിട്ട് പല കാര്യങ്ങളും നമ്മൾ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇനി എന്തെങ്കിലും മാറ്റം വരുത്തുന്നുണ്ടെങ്കിൽ ഏതൊക്കെ കാര്യങ്ങളാണ്, ഏതൊക്കെ ഇൻഫർമേഷൻസ് നമുക്ക് ആവശ്യമായിട്ട് വരുന്നുണ്ട്, അതുമായിട്ട് ബന്ധപ്പെട്ട് അത് കളക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നു. അപ്രൈസസ് ദ പാസ്റ്റ് ആൻഡ് മോഡിഫൈ ദ പ്രസന്റ് പർപ്പസസ്. ഇനി മുൻപത്തെ പരിചരണത്തില് എന്തെങ്കിലും ഇവാലുവേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ പ്രസന്റ് കാര്യങ്ങൾ ഇപ്പോൾ നടക്കുന്ന പരിചരണവുമായി ബന്ധപ്പെട്ട് പല പ്രോസസ്സിങ് നടക്കുന്നുണ്ട് അല്ലെ, കറന്റ് അല്ലെങ്കിൽ പ്രസന്റിൽ നടക്കുന്നത്. ആ പ്രസന്റുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ നടത്തുമ്പോൾ എന്തെങ്കിലും മോഡിഫിക്കേഷൻസ്, ചിലപ്പോ എന്താണ് പേഷ്യൻസിന് കൊടുക്കുന്ന സർവീസ് ആവാം, പേഷ്യൻസിന് കൊടുക്കുന്ന ട്രീറ്റ്മെന്റിന്റെ ബേസിലാവാം അല്ലെ, അങ്ങനെയുള്ള പ്രസന്റിൽ നടക്കുന്ന കാര്യങ്ങളിലായാലും എന്തെങ്കിലും മോഡിഫിക്കേഷൻസ് വന്നിട്ടുണ്ടെങ്കിൽ അതും ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്, മോഡിഫിക്കേഷൻസ് വേണ്ടതായിട്ടുണ്ടെങ്കിൽ അതും ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ക്ലിനിക്കൽ ഓഡിറ്റ് സഹായിക്കുന്നു. ഇത്തരം കാര്യങ്ങളാണ് ക്ലിനിക്കൽ ഓഡിറ്റിന്റെ പർപ്പസ് ആയിട്ട് പറയുന്നത്. ഫസ്റ്റ് വൺ പറഞ്ഞത് എന്താണ്? ഹോസ്പിറ്റലിന്റെ ഫ്യൂച്ചർ പ്ലാനിങ്ങിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഹോസ്പിറ്റലിന്റെ ഫ്യൂച്ചറിലെ അച്ചീവ്മെന്റ്സ് അല്ലെ, നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് അത് വിലയിരുത്തുന്നതിന് വേണ്ടിയിട്ട്, നേട്ടങ്ങള് വിലയിരുത്തുന്നതിന് വേണ്ടിയിട്ടും ഈ ക്ലിനിക്കൽ ഓഡിറ്റ് സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഹോസ്പിറ്റലിൽ കൊടുക്കുന്ന സർവീസുകൾ ഇംപ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സഹായിക്കുന്നു. അതുപോലെ തന്നെ എന്താണ്, ആവശ്യത്തിനനുസരിച്ച് സ്റ്റാഫുകളെ യൂട്ടിലൈസേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്
എന്ത് സഹായിക്കുന്നുണ്ട്? ക്ലിനിക്കൽ ഓഡിറ്റ് സഹായിക്കുന്നുണ്ട്. അതുപോലെ എന്താണ് അവിടെ കൊടുക്കുന്ന സർവീസിലും ഹെൽത്ത് കെയർ പ്രോഗ്രാംസ് കൊടുക്കുന്നുണ്ട് അല്ലെ. പല ഹോസ്പിറ്റലുകളും അവിടെ കൊടുക്കുന്ന സർവീസിലായാലും ഹെൽത്ത് കെയർ പ്രോഗ്രാംസിലായാലും എത്രമാത്രം ഇഫക്റ്റീവ്നെസ് ഉണ്ട്, എത്രമാത്രം എഫിഷ്യൻസി ഉണ്ടെന്ന് അളക്കാനായിട്ട് സഹായിക്കുന്നു. ഇനി എന്താണ്? പ്രസന്റ് പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ട്. അതുപോലെ വ്യക്തമായ സ്റ്റാൻഡേർഡ്സ് ഡെവലപ്പ് ചെയ്തെടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടെങ്കിൽ അത് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. ഹെൽപ്പ് ടു മൊബിലൈസ് റിസോഴ്സസ് ഫോർ ചേഞ്ച്. മാറ്റത്തിനായിട്ട് പല കാര്യങ്ങളും നമ്മൾ എന്താണ് ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട് അല്ലെ. അങ്ങനെയുള്ള ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. അപ്രൈസ് ദ പാസ്റ്റ് ആൻഡ് മോഡിഫൈ ദ പ്രസന്റ് പ്രോസസ്. എന്താണ്? മുൻപത്തെ പരിചരണ കാര്യങ്ങള് ഇവാലുവേറ്റ് ചെയ്യാനായിട്ടും പ്രസന്റ് കാര്യങ്ങള് എന്തെങ്കിലും മോഡിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഐഡന്റിഫൈ ചെയ്യാനായിട്ടും സഹായിക്കുന്നു. ഇത്തരം കാര്യങ്ങളാണ് പർപ്പസ് ഓഫ് ക്ലിനിക്കൽ ഓഡിറ്റിൽ വരുന്നത് കേട്ടോ. വായിച്ചു നോക്കിയൊന്ന്. വായിച്ചു കഴിഞ്ഞോ? ഓക്കെ ആണോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ വോയിസില്? നെക്സ്റ്റ് ആണ് പ്രീ റിക്വിസിറ്റ്സ് ഫോർ ക്ലിനിക്കൽ ഓഡിറ്റ്. ഫസ്റ്റ് വൺ മെഡിക്കൽ ഓഡിറ്റ് കമ്മിറ്റി. ഈ മെഡിക്കൽ ഓഡിറ്റ് കമ്മിറ്റിയിൽ ഇമ്പോർട്ടന്റ് ആണ്. മെഡിക്കൽ ഓഡിറ്റ് കമ്മിറ്റി എത്ര പേരുണ്ടാവും, അതുപോലെ തന്നെ എപ്പോഴാണ് അത് കൂടുന്നത് എന്നാണ് കൊടുത്തിരിക്കുന്നത്. നോക്കിയേ, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ചെയർമാൻ, ഓഫീസർ ഇൻചാർജ്, മെമ്പർ സെക്രട്ടറി, ഹെഡ്സ് ഓഫ് ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് മെമ്പേഴ്സ്. അപ്പൊ 3 പേരാണ് ഈ കമ്മിറ്റിയിൽ അടങ്ങിയിട്ടുള്ളത് കേട്ടോ. കമ്മിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് 3 പേരുണ്ട്. ആരൊക്കെയാണ് അവര്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ചെയർമാൻ ഉണ്ടാവും, അദ്ദേഹമാണ് ഓഫീസർ ഇൻചാർജ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സെക്രട്ടറി, മെമ്പർ സെക്രട്ടറി ഉണ്ടാവും. അതുപോലെ അഡ്മിനിസ്ട്രേഷൻ ചെയർമാൻ ഉണ്ടാവും. അതുപോലെ ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ടാവുമല്ലോ ഹോസ്പിറ്റലിന്, അവിടുത്തെ മെമ്പേഴ്സും അടങ്ങുന്നതാണ് മെഡിക്കൽ ഓഡിറ്റ് കമ്മിറ്റി എന്ന് പറയുന്നത്. പർപ്പസ് ജസ്റ്റ് ഒന്ന് വായിച്ച് മനസ്സിലാക്കി വെച്ചാൽ മതി. ചിലപ്പോ ചോദിക്കാം, അല്ലെങ്കിൽ ചോദിക്കാതിരിക്കാം. ഓക്കെ, പർപ്പസ് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ മെഡിക്കൽ ഓഡിറ്റ് കമ്മിറ്റിയിൽ ആരൊക്കെയുണ്ട്?
ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ചെയർമാൻ, സെക്രട്ടറി ഉണ്ട്, അതുപോലെ തന്നെ പല ഡിപ്പാർട്ട്മെന്റിന്റെയും മെമ്പേഴ്സ് 3 പേരും അടങ്ങുന്നതാണ് മെഡിക്കൽ ഓഡിറ്റ് കമ്മിറ്റി എന്ന് പറയുന്നത്. ഇനി എന്താണ് കമ്മിറ്റി ടു മീറ്റ് വൺസ് എ മന്ത് ഓൺ ഫിക്സ്ഡ് ഡേ. മാർക്ക് ചെയ്ത് വെക്കാം കേട്ടോ. കമ്മിറ്റിയിൽ ആരൊക്കെ ഉണ്ടാവും, അതുപോലെ തന്നെ കമ്മിറ്റി എന്നാണ് കൂടുന്നത്, എപ്പോഴാണ് കൂടുന്നത്, മാസത്തില് ഒരിക്കൽ അല്ലെ, വൺസ് എ മന്ത് ഒരു ഫിക്സഡ് ഡേ നിശ്ചയിച്ചിട്ടുണ്ടാവും. ആ മാസത്തില് ഒരു ദിവസമാണ്, വൺസ് എ മന്തിലാണ് ഇത് കൂടുന്നത്, കമ്മിറ്റി കൂടുന്നത്. അപ്പൊ കമ്മിറ്റിയിൽ ആരൊക്കെ ഉണ്ടാവും, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ചെയർമാൻ ഉണ്ടാവും, മെമ്പർ സെക്രട്ടറി ഉണ്ടാവും, അതുപോലെ തന്നെ ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സിന്റെ മെമ്പേഴ്സ് ഉണ്ടാവും. ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് മെമ്പേഴ്സും അതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. ആ കമ്മിറ്റി കൂടുന്നത് എങ്ങനെയാണ്, ഒരു മാസത്തില് ഫിക്സഡ് ഡേ ഫിക്സ് ചെയ്തിട്ടുണ്ടാവും. ആ മാസത്തില് ഒരു ദിവസം അല്ലെ, വൺസ് എ മന്ത്. ഓക്കെ, മാസത്തില് ഒരിക്കലാണ് അത് കമ്മിറ്റി കൂടുന്നത്. ഓക്കെ, അത് ഇമ്പോർട്ടന്റ് ആണ്, മനസ്സിലാക്കി വെക്കാം. ഇനി എന്താണ് വെൽ ഓർഗനൈസ്ഡ് മെഡിക്കൽ ഓഡിറ്റ്. ഇനി മെഡിക്കൽ ഓഡിറ്റിൽ ഉണ്ടാകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് നോക്കിയ, മെഡിക്കൽ ഓഡിറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള കാര്യങ്ങളാണ് നോക്കി താഴെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഹോസ്പിറ്റൽ സ്റ്റാറ്റിസ്റ്റിക്സ്, അവിടെ ഒന്ന് ഒരു കോമന്റ് കൊടുക്കുക. കോമന്റ് ഉണ്ടെങ്കിൽ ഇടണ്ട കേട്ടോ. കറക്റ്റ് ആണോ? ഹോസ്പിറ്റൽ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ഹോസ്പിറ്റൽ, ഓക്കെ, ഹോസ്പിറ്റൽ റിസോഴ്സസ് ഉണ്ട്, ഹോസ്പിറ്റൽ യൂട്ടിലൈസേഷൻ റേറ്റ്സ് ഉണ്ട്, അഡ്മിഷൻ ഡാറ്റ ഉണ്ട്. ഓക്കെ, ഹോസ്പിറ്റൽ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ് സ്റ്റാറ്റിസ്റ്റിക്സ്, എന്താണ് മീനിങ്? മീനിങ് എന്താ? വിവരപ്പട്ടിക. ഓക്കെ, അപ്പൊ ഹോസ്പിറ്റലിന്റെ സ്ഥിതി വിവര കണക്കുകള്, അതാണ് ഹോസ്പിറ്റൽ സ്റ്റാറ്റിസ്റ്റിക്സ്. ഓക്കെ, ഹോസ്പിറ്റലിന്റെ സ്ഥിതി വിവര കണക്കുകള്. ഇനി ഹോസ്പിറ്റൽ റിസോഴ്സസ് എന്ന് പറഞ്ഞാല് കുറച്ച് ഡീറ്റെയിൽസുകൾ അല്ലെ, ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ഡീറ്റെയിൽസ് അടങ്ങിയതാണ് ഹോസ്പിറ്റൽ റിസോഴ്സസുകൾ എന്ന് പറയുന്നത്. അതുപോലെ ഹോസ്പിറ്റൽ യൂട്ടിലൈസേഷൻ റേറ്റ് എന്തായിരിക്കാം, ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്ന കാര്യങ്ങള് എന്തൊക്കെയാണ് അതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് അല്ലെ. യൂട്ടിലൈസേഷൻ നമുക്കറിയാം, ഉപയോഗം, ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് ഉപയോഗിക്കുന്നത്, അതുമായിട്ട് ബന്ധപ്പെട്ട ഇൻഫർമേഷൻസ്, ഡീറ്റെയിൽസ് ആണ് അതിനകത്ത് ഉണ്ടാകുന്നത്. ഹോസ്പിറ്റൽ യൂട്ടിലൈസേഷൻ റേറ്റ്സ്, അതുപോലെ അഡ്മിഷൻ ഡാറ്റ അല്ലെ, എത്ര പേര് അഡ്മിറ്റ് ആയിട്ടുണ്ട്, എത്ര പേര് ഹോസ്പിറ്റലിലേക്ക് വന്നിട്ടുണ്ട്, പേഷ്യൻസിന്റെ ഡീറ്റെയിൽസുകൾ, അതൊക്കെയാണ് അഡ്മിഷൻ ഡാറ്റയിൽ വരുന്നത് കേട്ടോ. അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് മെഡിക്കൽ റെക്കോർഡ്സുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്. ഹോസ്പിറ്റൽ സ്റ്റാറ്റിസ്റ്റിക്സ്, ഹോസ്പിറ്റൽ റിസോഴ്സസ്, ഹോസ്പിറ്റൽ യൂട്ടിലൈസേഷൻ റേറ്റ്, അഡ്മിഷൻ ഡാറ്റ. ഓക്കെ, ഇനി വെരി ഇമ്പോർട്ടന്റ് ആണ് നെക്സ്റ്റ് ടോപ്പിക്, സ്റ്റേജസ് ഓഫ് ക്ലിനിക്കൽ ഓഡിറ്റ്. 6 സ്റ്റേജസ് ആണുള്ളത്. ഫസ്റ്റ് വൺ, പ്രിപ്പയറിംഗ് ഫോർ ഓഡിറ്റ്, selecting criteria, measuring performance, making improvement, sustaining improvement, re-audit. ഇങ്ങനെ 6 സ്റ്റേജസ് ആണുള്ളത് കേട്ടോ. പ്രിപ്പയറിംഗ് ഓഡിറ്റ് ഫോർ ഓഡിറ്റ്, സെലക്ടിംഗ് ക്രൈറ്റീരിയ, മെഷറിംഗ് പെർഫോമൻസ്, മേക്കിംഗ് ഇംപ്രൂവ്മെന്റ്, സസ്റ്റെയിനിങ് ഇംപ്രൂവ്മെന്റ്, re-audit. ഓരോന്നും പഠിച്ചു വെക്കാം, ഓർഡറിൽ പഠിച്ചു വെക്കാം കേട്ടോ. അതിൽ ഫസ്റ്റ് വൺ ആണ് നമ്മൾ നോക്കുന്നത്, സ്റ്റേജസ് ഓഫ് അല്ലെ. സ്റ്റേജ് 1 ആണ് പ്രിപ്പയറിംഗ് ഫോർ ഓഡിറ്റ്, ഓഡിറ്റ് പ്രിപ്പയർ ചെയ്യാം. ഓക്കെ, അതില് ഫസ്റ്റ് കൊടുത്തിരിക്കുന്നത് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കാം കേട്ടോ. ഒരു ഓർഡർ ഉണ്ട്. ഫസ്റ്റ് വൺ എന്താണ്, സെലക്ടിങ് എ ടോപ്പിക്, അതാണ് ഫസ്റ്റ് വൺ ആയിട്ട് വരുന്നത്. ആ ഡയഗ്രാമില് 1, 2 ഉള്ളത് ഒന്ന് മാർക്ക് ചെയ്ത് വെക്കാം, പഠിക്കാനായിട്ട് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. സെലക്ടിങ് എ ടോപ്പിക്, അതാണ് ഫസ്റ്റ് വൺ. ഇനി രണ്ടാമതായിട്ട് വരുന്നത് പ്രയോറിറ്റൈസ് ദ ഓഡിറ്റ്. മൂന്നാമത്തത് ഡിഫൈനിങ് ദ പർപ്പസ്.
നാലാമത്തേത് പ്ലാനിങ് ഓഡിറ്റ്. 5 യൂസേഴ്സ് ഇൻഫർമേഷൻ. എന്നിങ്ങനെ 5 കാര്യങ്ങളാണ് അതിൽ കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഓഡിറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെ നോക്കണം, അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ഓർഡർ ആണ് മിസ് പറഞ്ഞത്. സെലക്ടിങ് എ ടോപ്പിക്, പ്രയോറിറ്റൈസ് ഓഡിറ്റ്, ഡിഫൈൻ ദ പർപ്പസ്, പ്ലാനിങ് ഓഡിറ്റ്, യൂസേഴ്സ് ഇൻഫർമേഷൻ. കിട്ടിയില്ലേ ഓർഡർ? ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്തു? ഓഡിറ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം ഒരു ടോപ്പിക് നമ്മൾ സെലക്ട് ചെയ്തു അല്ലെ. ആദ്യം സെലക്ടിങ് എ ടോപ്പിക് ആണ്. ഒരു ടോപ്പിക് നമ്മൾ സെലക്ട് ചെയ്തു. ഇനി എന്താണ്? പ്രയോറിറ്റൈസ് ദ ഓഡിറ്റ് അല്ലെ. പ്രയോറിറ്റൈസ് ഓഡിറ്റ്. പ്രയോറിറ്റൈസ് എന്ന് പറഞ്ഞാൽ എന്താണ്? എന്താണ് മീനിങ് പ്രയോറിറ്റൈസ് എന്ന് പറഞ്ഞാല്? വെരി ഗുഡ്, മുൻഗണന കൊടുക്കുക അല്ലെ. ആ ടോപ്പിക്കിന് നമ്മള് മുൻഗണന കൊടുത്തു. പ്രയോറിറ്റൈസ് ദ ഓഡിറ്റ്. ആദ്യം ടോപ്പിക് സെലക്ട് ചെയ്തു, പ്രയോറിറ്റൈസ് ദ ഓഡിറ്റ്, മുൻഗണന കൊടുത്തു, അതിന് മുൻഗണന കൊടുത്തു. ഇനി എന്താണ്? ഡിഫൈൻ ദ പർപ്പസ്. എന്താണ് പർപ്പസ് എന്ന് പറഞ്ഞാല്? ലക്ഷ്യം അല്ലെ. എന്തിനാണോ ഓഡിറ്റ് പ്രിപ്പയർ ചെയ്യുന്നത് അതിന്റെ പർപ്പസ് എന്താണെന്ന് നമ്മൾ അവിടെ എഴുതണം. ഓക്കെ, പർപ്പസ്, ഡിഫൈനിങ് ദ പർപ്പസ്. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഓഡിറ്റ് നടത്തുന്നത് അല്ലെങ്കിൽ പ്രിപ്പയർ ചെയ്യുന്നത്, അതിന്റെ പർപ്പസ് എന്താണ് എന്നുള്ളത് അവിടെ നമ്മൾ എഴുതി കൊടുത്തു. എഴുതുക. ഇനി അതിനുശേഷം എന്താണ്? പ്ലാൻ ചെയ്യാം അല്ലെ. ഓഡിറ്റ് പ്ലാൻ ചെയ്തു. ഇനി എന്താണ്? യൂസേഴ്സിനോട് ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യണം അല്ലെ. യൂസേഴ്സുമായിട്ട്, പേഷ്യൻസുമായിട്ട് അല്ലെങ്കിൽ ആളുകളോട് ചോദിച്ച് വിവരങ്ങൾ ശേഖരിക്കുന്നു. അതാണ് 5ാമത്തെ പോയിന്റ് ആയിട്ട് വരുന്നത്. ഫസ്റ്റ് വൺ പറഞ്ഞത് സെലക്ടിങ് എ ടോപ്പിക്. ആദ്യം ഒരു ടോപ്പിക് സെലക്ട് ചെയ്തു. ഇനി അതിനൊരു എന്ത് കൊടുത്തു? മുൻഗണന അല്ലെ. പ്രയോറിറ്റൈസ് ചെയ്തു. അതിനുശേഷം എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഓഡിറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്, അതിന്റെ പർപ്പസ്, ലക്ഷ്യം എന്താണെന്ന് അവിടെ എഴുതി. ഇനി ഓഡിറ്റ് പ്ലാൻ ചെയ്തു. യൂസേഴ്സ് ഇൻഫർമേഷൻ. എന്താണ് യൂസേഴ്സ് ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാല്? ആളുകളോട് ഇൻഫർമേഷൻസ് ചോദിച്ച് മനസ്സിലാക്കി വിവരങ്ങള് ശേഖരിക്കും. ക്ലിയർ ആയോ? ഓക്കെ, ഒന്ന് വായിച്ചു നോക്കി. ഇത്രയും വരെ ഓഡിറ്റ്, മെഡിക്കൽ ഓഡിറ്റ് കമ്മിറ്റി, അതുപോലെ സ്റ്റേജസ്, ഫസ്റ്റ് സ്റ്റേജ് കൂടി ഒന്ന് വായിക്കാം കേട്ടോ. ഇത്ര വരെ ഒന്ന് വായിക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഈ ഡയഗ്രാംസ് ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കി വെക്കാം കേട്ടോ. എന്തെങ്കിലും ഒരു ഡയഗ്രാംസ് ക്വസ്റ്റ്യൻ ചോദിക്കാം. ചിലപ്പോ ഈ 5 കൊടുത്തിട്ട് ചിലപ്പോ 4 തന്നിട്ട് 5ാമത്തെ ഏതാണെന്ന് ചോദിക്കാം. അല്ലെങ്കിൽ 4 കൊടുത്തിട്ട് 2ാമത്തെ ഏതാണ് അല്ലെങ്കിൽ 3ാമത്തെ ഏത് പോയിന്റ് ആണെന്ന് വരെ ചോദിക്കാം. ഓരോന്നും ഓർഡറിൽ ഒന്ന് പഠിച്ചു വെക്കാം കേട്ടോ. പ്രിപ്പയറിംഗ് ഫോർ ഓഡിറ്റില് 2ാമത്തെ പോയിന്റ് ഏതാണ് അല്ലെങ്കിൽ 1ാമത്തെ പോയിന്റ് ഏതാണെന്ന് ചോദിക്കാം കേട്ടോ. ഡയഗ്രാം വരച്ച് പഠിക്കാം. അതുപോലെ നെക്സ്റ്റ് ഡയഗ്രാംസ് ഉണ്ട്, ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. എവിടെയാണ്? എന്താണ്? കമ്മിറ്റിയുടെ ആണോ പറയുന്നത്? ശ്രീലക്ഷ്മി, അഡ്മിനിസ്ട്രേഷൻ ചെയർമാൻ. ഓക്കെ, നോക്കട്ടെ. ഇത് 3 കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത് കേട്ടോ. ചെയർമാൻ ഉണ്ടാവും, അതുപോലെ സെക്രട്ടറി ഉണ്ടാവും, എല്ലാ ഡിപ്പാർട്ട്മെന്റ് ഹെഡ്സിന്റെ മെമ്പേഴ്സ് ഉണ്ടാവും. അത്രേ ഉള്ളൂ പറയുന്നത് കേട്ടോ. അത്ര മാത്രം ഒന്ന് മനസ്സിലാക്കുക. ഒന്ന് മാർക്ക് ചെയ്ത് വെക്കാം. ചെയർമാൻ, സെക്രട്ടറി, ഡിപ്പാർട്ട്മെന്റൽ ഹെഡ്സ്, മെമ്പേഴ്സ്. അത്രേ ഉള്ളൂ. ക്ലിയർ ആയോ?
ഇല്ല 3 പേരാണ് കേട്ടോ. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ് ആ ചെയർമാൻ ആയിട്ട് പറയുന്നത്. അവരാണ് ഇൻചാർജ് അല്ലെ. നമുക്കറിയാം ഹോസ്പിറ്റലിലെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഏരിയ എന്ന് പറഞ്ഞാൽ അഡ്മിനിസ്ട്രേഷൻ ആണ് അല്ലെ. റൂൾസും റെഗുലേഷൻസും ഗൈഡ് ലൈൻസ് ഒക്കെ തരുന്നത്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ഇൻചാർജ് അല്ലെങ്കിൽ എന്താണ് ചെയർമാൻ എന്ന് പറയുന്നത് അഡ്മിനിസ്ട്രേഷൻ ഏരിയ ആണ്. അത് മാത്രം ഒന്ന് മനസ്സിലാക്കിയാൽ മതി കേട്ടോ. ഓക്കെ, ക്ലിയർ ആണോ? നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് സ്റ്റേജ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ. അപ്പോൾ സെക്കൻഡ് സ്റ്റേജ് ആണ് സെലക്ഷൻ ക്രൈറ്റീരിയ. സെലക്ഷൻ ഓഫ് ക്രൈറ്റീരിയ. ഓക്കെ, അപ്പോ അതിനകത്ത് ഫസ്റ്റ് പോയിന്റ് ഡയഗ്രാമത്തില് 3 പോയിന്റ്സ് ആണല്ലേ കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് വരുന്നത് ഏതായിരിക്കും? ഫസ്റ്റ് പോയിന്റില് ഫസ്റ്റ് വരുന്നത് ഏതായിരിക്കും? അറിയാൻ പറ്റുമോ? ഗസ് ചെയ്യാൻ പറ്റുമോ നിങ്ങൾക്ക്? ഫസ്റ്റ് വരുന്ന പോയിന്റ് ഏതായിരിക്കും? സോഴ്സസ് ആണ്. ഡിഫൈനിങ് ക്രൈറ്റീരിയ ആണ് ഫസ്റ്റ് വരുന്നത് കേട്ടോ. ഓക്കെ, ഡിഫൈനിങ് ക്രൈറ്റീരിയ അതാണ് ഫസ്റ്റ് പോയിന്റ് വരുന്നത്. ഡിഫൈനിങ് ക്രൈറ്റീരിയ എന്ത് മാനദണ്ഡം അല്ലെ. ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാല് മാനദണ്ഡം. ഓക്കെ, എന്ത് മാനദണ്ഡമാണ് ഡിഫൈൻ ചെയ്യുക എന്നുള്ളതാണ് ഡിഫൈനിങ് ക്രൈറ്റീരിയയിൽ വരുന്നത്. ഫോർ എക്സാമ്പിൾ നോക്കാം. നമ്മളിപ്പോ ഓഡിറ്റ് നടത്തുന്നതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു വിഷയം നമ്മൾ എടുക്കും അല്ലെ. ചിലപ്പോൾ എന്തായിരിക്കാം, എന്താണ് ഡോക്ടേഴ്സ് ട്രീറ്റ്മെന്റ് നടത്തുന്നതുമായിട്ട് ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ പേഷ്യൻസ് കെയർ ആവാം അല്ലെ. അങ്ങനെ പല വിഷയങ്ങൾ എടുത്തിട്ട് നമുക്ക് ഓഡിറ്റ് നടത്താവുന്നതാണ്. അങ്ങനെ ഓഡിറ്റ് നടത്തുമ്പോൾ എന്താണ് അതിന്റെ ക്രൈറ്റീരിയ, മാനദണ്ഡം ഡിഫൈൻ ചെയ്യുക. അതാണ് ഫസ്റ്റ് പോയിന്റിൽ വരുന്നത് ഡിഫൈനിങ് ക്രൈറ്റീരിയ. നമ്മൾ ഓഡിറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു വിഷയം നമ്മൾ സെലക്ട് ചെയ്യും അല്ലെ. ഏതൊക്കെ ആയിരിക്കാം? ചിലപ്പോൾ പേഷ്യന്റ് കെയർ ആയിരിക്കാം, അല്ലെങ്കിൽ ഡോക്ടേഴ്സിന്റെ ട്രീറ്റ്മെന്റ്സ് ആവാം. അതിനെക്കുറിച്ചാവാം ഓഡിറ്റ് ചെയ്യുന്നത്. ഏതെങ്കിലും ഒരു വിഷയം നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ അതിന്റെ ക്രൈറ്റീരിയ എന്താണെന്നുള്ളത് ഡിഫൈൻ ചെയ്യുക. അതാണ് ഡിഫൈനിങ് ക്രൈറ്റീരിയയിൽ വരുന്നത്. ഇനി സെക്കൻഡ് എന്തായിരിക്കാം? സോഴ്സസ് ഓഫ് എവിഡൻസ്. സെക്കൻഡ് പോയിന്റ് വരുന്നത് സോഴ്സസ് ഓഫ് എവിഡൻസ്. ഇനി ഏതൊക്കെ സോഴ്സിൽ നിന്നായിരിക്കാം എവിഡൻസ് കളക്ട് ചെയ്യാൻ പറ്റാം? പേഷ്യൻസിന്റെ കെയർ കൊടുക്കുന്നതാവാം, അല്ലെങ്കിൽ ഡോക്ടേഴ്സ് ചിലപ്പോ ട്രീറ്റ്മെന്റ് രോഗികൾക്ക് കൊടുക്കുന്ന വിഷയവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണെങ്കിൽ നമ്മൾ ഏതൊക്കെ സോഴ്സിൽ നിന്ന് നമ്മൾ എവിഡൻസ് കളക്ട് ചെയ്യാൻ പറ്റും? നമുക്ക് അറിയാൻ പറ്റോ? ഞാൻ ആദ്യം ഓഡിറ്റ് എടുത്തപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓഡിറ്റ് നടത്തുന്നത് ഏതൊക്കെ റെക്കോർഡ്സിലൂടെയാണെന്നുള്ളത്. എഴുതി വെച്ചിട്ടുണ്ടായിരുന്നോ നിങ്ങള്? പേഷ്യൻസ് റെക്കോർഡ്സ് അല്ലെ. പേഷ്യന്റ് രജിസ്റ്റർ കേട്ടോ. പേഷ്യന്റ് രജിസ്റ്ററിൽ നിന്നാവാം, അല്ലെങ്കിൽ മെഡിക്കൽ റെക്കോർഡ്സിൽ നിന്നാവാം. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്ന് പേഷ്യൻസിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് നമുക്ക് കിട്ടുമല്ലോ. അപ്പൊ അതാണ് സോഴ്സസ് ഓഫ് എവിഡൻസ്. ഏതൊക്കെ സോഴ്സസിൽ നിന്ന് നമുക്ക് എവിഡൻസ് ലഭിക്കുന്നുണ്ട് പേഷ്യൻസിനെ കുറിച്ച്? പേഷ്യൻസ് രജിസ്റ്ററിൽ നിന്നും, അതുപോലെ തന്നെ മെഡിക്കൽ റെക്കോർഡ്സിൽ നിന്നും അവരെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് നമുക്ക് ലഭിക്കും.
ഓക്കെ, ഇനി എന്താണ് അപ്രൈസിങ് ദ എവിഡൻസ്. അപ്രൈസിങ് ദ എവിഡൻസ്, നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുന്ന എവിഡൻസ് അതിനെ ഇവാലുവേറ്റ് ചെയ്യുന്നു, നമ്മുടെ കയ്യിലുള്ള എവിഡൻസിനെ വിലയിരുത്തുന്നു. അതാണ് അപ്രൈസിങ് ദ എവിഡൻസിൽ വരുന്നത്. ഓക്കെ, നമ്മുടെ കയ്യിലുള്ള എവിഡൻസ് എന്ന് പറയുന്നത് എന്താണ്? പേഷ്യൻസ് രജിസ്റ്റർ, അതുപോലെ മെഡിക്കൽ റെക്കോർഡ്സ് ആണ് അല്ലെ. അതിനെ കുറിച്ച് നമ്മൾ വായിച്ചു മനസ്സിലാക്കി അതിന്റെ കാര്യങ്ങളെല്ലാം ഇവാലുവേറ്റ് ചെയ്യുന്നു. അതാണ് അപ്രൈസിങ് ദ എവിഡൻസിൽ വരുന്നത്. അപ്പോ സെക്കൻഡ് സ്റ്റേജിൽ നമ്മൾ പഠിച്ചത് സെലക്ഷൻ ഓഫ് ക്രൈറ്റീരിയ ആണ്. ഇതിനകത്ത് 3 പോയിന്റ്സ് ആണ് വരുന്നത്. ഡിഫൈനിങ് ക്രൈറ്റീരിയ, സോഴ്സസ് ഓഫ് എവിഡൻസ്, അപ്രൈസിങ് ദ എവിഡൻസ്. ഫസ്റ്റ് വൺ പറഞ്ഞത് ഡിഫൈനിങ് ദ ക്രൈറ്റീരിയ അല്ലെ. ഡിഫൈനിങ് ക്രൈറ്റീരിയ, അതിനകത്ത് ഏത് മാനദണ്ഡം, ഏത് ക്രൈറ്റീരിയ ആണ് ഡിഫൈൻ ചെയ്യുക എന്ന് നമ്മൾ അവിടെ നോക്കുന്നു അല്ലെ. ഇനി നമ്മളൊരു ഓഡിറ്റിന് വേണ്ടിയിട്ട് എന്താണ് ഏതെങ്കിലും ഒരു വിഷയത്തെ നമ്മൾ സെലക്ട് ചെയ്യുന്നുണ്ട് അല്ലെ. ചിലപ്പോൾ എന്താവാം, പേഷ്യൻസ് കെയർ ആവാം, അല്ലെങ്കിൽ ഡോക്ടേഴ്സ് രോഗികൾക്ക് കൊടുക്കുന്ന ട്രീറ്റ്മെന്റിനെ കുറിച്ചിട്ടാവാം. ഏതെങ്കിലും ഒരു വിഷയം നമ്മൾ എടുത്തുകൊണ്ട് ക്രൈറ്റീരിയ എന്താണെന്ന് ഡിഫൈൻ ചെയ്യുന്നു. ഇനി സോഴ്സസ് ഓഫ് എവിഡൻസ്, എവിടെ നിന്നെല്ലാം നമുക്ക് ഇൻഫർമേഷൻ കിട്ടുന്നുണ്ട്? പേഷ്യൻസിന്റെ മെഡിക്കൽ റെക്കോർഡ്സിൽ നിന്നും അതുപോലെ പേഷ്യൻസ് രജിസ്റ്ററിൽ നിന്നുമാണ് ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യാനായിട്ട് പറ്റുന്നത്. അതുപോലെ തന്നെ അപ്രൈസിങ് ദ എവിഡൻസ് അല്ലെ. നമ്മൾക്ക് കിട്ടിയ ആ എവിഡൻസിൽ നിന്ന് ഇൻഫർമേഷൻസ് നമ്മൾ കളക്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ അത് നോക്കി ഇവാലുവേറ്റ് ചെയ്യുന്നു. അതാണ് അപ്രൈസിങ് ദ എവിഡൻസിൽ വരുന്നത്. ക്ലിയർ ആയോ? 3 കാര്യങ്ങളാണ് കേട്ടോ വരുന്നത്. ഡിഫൈനിങ് ക്രൈറ്റീരിയ, സോഴ്സസ് ഓഫ് എവിഡൻസ്, അപ്രൈസിങ് ദ എവിഡൻസ്. നമ്മൾക്ക് കിട്ടിയ അപ്രൈസിങ് ദ എവിഡൻസ് എന്ന് പറഞ്ഞാല് നമ്മുടെ കയ്യിലുള്ള എവിഡൻസിനെ ഇവാലുവേറ്റ് ചെയ്യുന്ന പ്രോസസ്സ്. ഓക്കെ ആണോ? നെക്സ്റ്റ് സ്റ്റേജ് 3, മെഷറിംഗ് ലെവൽ ഓഫ് പെർഫോമൻസ്. ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി കേട്ടോ, അത് നമുക്ക് കൂടുതൽ പഠിക്കാനില്ല. ഈ 2 ഡയഗ്രാംസ് ആണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. മെഷറിംഗ് ദ ലെവൽ ഓഫ് പെർഫോമൻസിൽ വരുന്നത് ആദ്യം എന്താണ്? ഡാറ്റ കളക്ഷൻ, പ്ലാനിങ് ഡാറ്റ കളക്ഷൻ അല്ലെ. ഡാറ്റകൾ എവിടെ നിന്നെല്ലാം കളക്ട് ചെയ്യാം എന്നുള്ളത് പ്ലാൻ ചെയ്യുന്നു. അതുപോലെ തന്നെ എന്തൊക്കെയാണ് മെത്തേഡ്സ്, ഏതൊക്കെ മെത്തേഡ്സിലൂടെ ഡാറ്റ കളക്ട് ചെയ്യാം എന്നുള്ളത് നോക്കുന്നു. ഹാൻഡ്ലിംഗ് ഡാറ്റ, ഇത്ര മാത്രമേ ഉള്ളൂ പറയുന്നത് കേട്ടോ. ജസ്റ്റ് ഒന്ന് നോക്കി വെക്കാം. ആദ്യം എന്ത് ചെയ്യുന്നു? പ്ലാനിങ് ഡാറ്റ കളക്ഷൻ, മെത്തേഡ്സ് ഫോർ കളക്ഷൻ, ഏതൊക്കെ മെത്തേഡിലൂടെ കളക്ട് ചെയ്യാം, അതുപോലെ തന്നെ ഹാൻഡ്ലിംഗ് ഡാറ്റ. ഇത്ര മാത്രം നോക്കാം. ഓക്കെ, ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചാൽ മതി ആ പോയിന്റ്സ്. നെക്സ്റ്റ് സ്റ്റേജ് ആണ് മേക്കിംഗ് ഇംപ്രൂവ്മെന്റ്സ്. 4th സ്റ്റേജ് ആണ് മേക്കിംഗ് ഇംപ്രൂവ്മെന്റ്സ്. 2 പോയിന്റ് ആണ് ഇതിൽ പറയുന്നത്. ഫസ്റ്റ് വൺ, ഐഡന്റിഫൈ ബരിയേഴ്സ്. ബരിയേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മള് CSSD-യിലൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ, ഓർക്കുന്നുണ്ടോ? ബരിയേഴ്സ് എന്താ? ബരിയേഴ്സ് എന്ന് പറഞ്ഞാല് തടസ്സങ്ങൾ. വെരി ഗുഡ്, തടസ്സങ്ങൾ അല്ലെ. തടസ്സം. ഓക്കെ, അപ്പൊ നമ്മുടെ തടസ്സങ്ങൾ എന്താണെന്നുള്ളത് മേക്കിംഗ് ഇംപ്രൂവ്മെന്റ്സ് ആണ് അല്ലെ. ഇംപ്രൂവ്മെന്റ്സിന് വേണ്ടിയിട്ടുള്ള തടസ്സങ്ങൾ അല്ലെങ്കിൽ തടസ്സങ്ങൾ എന്താണ് അത് നോക്കി ഐഡന്റിഫൈ ചെയ്ത് അതിനെ എന്ത് ചെയ്യണം? റിമൂവ് ചെയ്ത് കളയണം അല്ലെ. അതാണ് മേക്കിംഗ് ഇംപ്രൂവ്മെന്റ്സിൽ വരുന്നത്. അപ്പോ ഏതൊക്കെയാണ് തടസ്സം? ഫിയർ, അതുപോലെ തന്നെ ലാക്ക് ഓഫ് അണ്ടർസ്റ്റാൻഡിങ്, മനസ്സിലാവാത്ത അവസ്ഥ, അതുപോലെ പേടി, അതുപോലെ എന്താണ്? ലോ മൊറേൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചില കാര്യങ്ങളില് നെഗറ്റിവിറ്റി ഉണ്ടാകുന്നത് കേട്ടോ. ചില കാര്യങ്ങളില് നെഗറ്റിവിറ്റി ഉണ്ടാകുന്നത്. അതുപോലെ പുവർ കമ്മ്യൂണിക്കേഷൻ അല്ലെ. നല്ല രീതിയിൽ കമ്മ്യൂണിക്കേഷൻ നടക്കാത്തത് കൊണ്ടും എന്തുണ്ടാവാം? തടസ്സങ്ങള് ഉണ്ടാകുന്നുണ്ട്. ഇതൊക്കെയാണ് ബരിയേഴ്സ് ആയിട്ട് വരുന്നത്. പേടി, അതുപോലെ എന്താണ്? ലാക്ക് ഓഫ് അണ്ടർസ്റ്റാൻഡിങ്, ലോ മൊറേല്, അതുപോലെ തന്നെ എന്താണ്? പുവർ കമ്മ്യൂണിക്കേഷൻ. ഇതൊക്കെയാണ് ബരിയേഴ്സ് ആയിട്ട് വരുന്നത്.
ഈ ബരിയേഴ്സ് നമ്മൾ ഐഡന്റിഫൈ ചെയ്തിട്ട് എന്ത് ചെയ്യണം നമ്മള്? ചേഞ്ച് ബൈ റിമൂവ് ബരിയേഴ്സ്. റിമൂവ് ചെയ്ത് അല്ലെ, നമ്മുടെ ബരിയേഴ്സിനെ തിരിച്ചറിഞ്ഞ് അത് റിമൂവ് ചെയ്ത് കളയണം. ഓക്കെ, റിമൂവ് ചെയ്യണം. മനസ്സിലായോ? മേക്കിംഗ് ഇംപ്രൂവ്മെന്റ്സ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം എന്തിനെ ഐഡന്റിഫൈ ചെയ്യണം? തടസ്സങ്ങളെ ഐഡന്റിഫൈ ചെയ്യാം. എന്തൊക്കെയാണ് തടസ്സങ്ങളായിട്ട് നിൽക്കുന്നത് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്ത് അതിനെ നമ്മൾ എന്ത് ചെയ്യാം? റിമൂവ് ചെയ്യാം. നമുക്ക് എന്താണ്? ഇംപ്രൂവ്മെന്റ്സ് ഉണ്ടാക്കും അല്ലെ. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് 5th സ്റ്റേജ്, സസ്റ്റെയിനിങ് ഇംപ്രൂവ്മെന്റ്സ്. സസ്റ്റെയിനിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? സസ്റ്റെയിനിങ് നിലനിർത്തുക അല്ലെ. ഇംപ്രൂവ്മെന്റ്സ് നിലനിർത്താൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്? റീഇൻഫോഴ്സിംഗ് ഇംപ്രൂവ്മെന്റ്. റീഇൻഫോഴ്സിംഗ് ഇംപ്രൂവ്മെന്റ്. ഓക്കെ, ഒരു ഡാറ്റ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മെച്ചപ്പെടുത്താനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം അല്ലെ. അതാണ് ഇംപ്രൂവ്മെന്റ്. റീഇൻഫോഴ്സിംഗ് ഇംപ്രൂവ്മെന്റ്. ഒരു ഡാറ്റ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മെച്ചപ്പെടുത്താനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം. ഇനി എന്ത് ചെയ്യണം? മോണിറ്ററിങ് ആൻഡ് ഇവാലുവേറ്റ്. അതെന്ത് ചെയ്യാം? ഒബ്സർവ് ചെയ്യാം അല്ലെ. ഒബ്സർവ്, മോണിറ്ററിംഗ് എന്ന് പറഞ്ഞാല് ഒബ്സർവ് ചെയ്യാം, വിലയിരുത്താം. എന്താണ്? നിരീക്ഷിക്കുക, ഒബ്സർവ് ചെയ്യാം. ആൻഡ് ഇവാലുവേറ്റ് അല്ലെ, വിലയിരുത്തുക. അപ്പോ ഒരു ഡാറ്റ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മെച്ചപ്പെടുത്താനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം, അതൊന്ന് ഒബ്സർവ് ചെയ്യാം, അതുപോലെ തന്നെ വിലയിരുത്താം. ഇനി എന്താണ് റീ ഓഡിറ്റ് എന്ന് ഇല്ലേ നിങ്ങളുടെ പ്രിന്റില്? റീ ഓഡിറ്റ് എന്നാണ് കേട്ടോ അവിടെ. സ്ക്രീനിൽ ടി ഇല്ല. ഓക്കെ ആണ്. റീ ഓഡിറ്റ്. വീണ്ടും എന്ത് ചെയ്യണം? റീ ഓഡിറ്റ് ചെയ്യണം. ഇപ്പോ ഫോർ എക്സാമ്പിൾ പറയാം, നിങ്ങൾ ഒരു എക്സാം കണ്ടക്ട് ചെയ്തു, അല്ലെങ്കിൽ ഒരു എക്സാം നിങ്ങൾ എഴുതി, അപ്പോ അതിന്റെ റിസൾട്ട് വന്നപ്പോ നിങ്ങൾ ഫെയിലായി കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? എന്താ ചെയ്യാം? എക്സാം പാസ്സാവാൻ വേണ്ടിയിട്ട് റീവാലുവേഷന് കൊടുക്കും. ഓക്കെ, റീടെസ്റ്റ് അല്ലെ, നമ്മൾ റീ എക്സാമിൻ ചെയ്യും അല്ലെ, റീ എക്സാം നടത്തും ഇല്ലേ. ഓക്കെ, ഇപ്പൊ നിങ്ങളെ മാർക്ക്, നിങ്ങൾ വിചാരിച്ച മാർക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? റീടെസ്റ്റ് എഴുതും അല്ലെ. വീണ്ടും എനിക്ക് മാർക്ക് കിട്ടാനുണ്ട്, അല്ലെങ്കിൽ ഫെയിൽ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? റീ എക്സാം ചെയ്യും അല്ലെ, റീ ടെസ്റ്റ് നടത്തും. ഓക്കെ, അതുപോലെ തന്നെയാണ് എന്താണ്? വിചാരിച്ച പോലെ നമ്മൾ റിസൾട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ റീ ഓഡിറ്റ് വീണ്ടും നമ്മൾ നടത്തും. ഓക്കെ, അതാണ് സസ്റ്റെയിൻ ഇംപ്രൂവ്മെന്റ് നിലനിർത്തണമെങ്കിൽ നമ്മൾ എന്തൊക്കെയാ ചെയ്യേണ്ടത്? ഓക്കെ, റീഇൻഫോഴ്സിംഗ് ഇംപ്രൂവ്മെന്റ്. നമ്മളൊരു ഡാറ്റ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മെച്ചപ്പെടുത്താനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം. എന്തൊക്കെയാ ചെയ്യേണ്ടത്? മോണിറ്റർ ചെയ്യാം, അതൊന്ന് ഒബ്സർവ് ചെയ്യാം, വിലയിരുത്തുക. ഇനി അതിന്റെ റിസൾട്ട് നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും റീ ഓഡിറ്റ് നടത്താം. നെക്സ്റ്റ് ആണ് 6th സ്റ്റേജ് ആണ് കേട്ടോ, റീ ഓഡിറ്റ്. ഇനി റീ ഓഡിറ്റ് ചെയ്യാനായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ശേഖരിക്കേണ്ടത്? അപ്പൊ ഫസ്റ്റ് വൺ ആണ് റിവ്യൂ എവിഡൻസ് അല്ലെ. റീ ഓഡിറ്റ് ചെയ്യാനായിട്ട് എവിഡൻസ് നമ്മൾ കളക്ട് ചെയ്യണം. അതാണ് റിവ്യൂ എവിഡൻസിൽ വരുന്നത്. എവിഡൻസ് കളക്ട് ചെയ്യാം. ഇനി എന്താണ്? മെഷർ ഇഫക്റ്റീവ്നെസ്. എത്രമാത്രം അത് ഫലപ്രാപ്തിയുണ്ട്, നമ്മൾ കളക്ട് ചെയ്ത ഇൻഫർമേഷൻസ് എത്രമാത്രം ഇഫക്റ്റീവ് ആണെന്ന് നോക്കാം. ഓക്കെ, എത്രമാത്രം ഇഫക്റ്റീവ് ആണ് എന്നുള്ളത്, നമ്മൾ കളക്ട് ചെയ്ത ഇൻഫർമേഷൻ അല്ലെങ്കിൽ എവിഡൻസ് അത് എത്രമാത്രം ഫലപ്രാപ്തി ഉണ്ടെന്ന് നമ്മൾ നോക്കാം. ഇനി എന്താണ്? ഡിസൈഡ് ഹൗ ഓഫ്റ്റൻ ടു റീ ഓഡിറ്റ്. എന്താണ്? സോഴ്സ് വെച്ച് എവിഡൻസ് കളക്ട് ചെയ്ത് എത്രമാത്രം റിസൾട്ട് നമുക്ക് കിട്ടുന്നുണ്ടെന്ന് നോക്കാം. ഇനി അതിൽ വീണ്ടും തെറ്റ് വരികയാണെങ്കിൽ എന്ത് ചെയ്യണം? നമ്മള് വീണ്ടും റീ ഓഡിറ്റ് ചെയ്യണം. മനസ്സിലായോ? നമ്മൾ കളക്ട് ചെയ്ത എവിഡൻസ് ആ സോഴ്സ് വെച്ചിട്ട് എത്രമാത്രം ഇഫക്റ്റീവ് ആണ്, അല്ലെങ്കിൽ എന്തെങ്കിലും തെറ്റ് വരുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാം. ചെക്ക് ചെയ്തിട്ട് എന്തെങ്കിലും നമ്മൾക്ക് തെറ്റ് വരുന്നുണ്ട് എങ്കിൽ നമ്മൾ വീണ്ടും എന്ത് ചെയ്യണം?
ഡിസൈഡ് ടു ഹൗ ടു ഓപ്റ്റൻ റീ ഓഡിറ്റ് അല്ലെ. എന്താണ് വീണ്ടും നമ്മള് റീ ഓഡിറ്റ് നടത്താം. തെറ്റുണ്ടെങ്കിൽ അത് വീണ്ടും റീ ഓഡിറ്റ് ആയിട്ട് ചെയ്യാം. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്താണ് ഓൺഗോയിങ് പ്രോസസ് മോണിറ്ററിങ്. ഇടയ്ക്കിടയ്ക്ക് ഇത് ഇങ്ങനെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കാം. തെറ്റ് വരുന്നുണ്ടോ, നമ്മൾ കളക്ട് ചെയ്ത ഇൻഫർമേഷൻസിൽ അല്ലെങ്കിൽ എവിഡൻസ് തെറ്റ് വരുന്നുണ്ടോ, തെറ്റ് വരുന്നുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും റീ ഓഡിറ്റ് ചെയ്യാം. ഇംപ്രൂവ്മെന്റ്സിന് വേണ്ടിയിട്ട് റീ ഓഡിറ്റ് നടത്താം. ഓക്കെ, അത്തരത്തിലുള്ള കാര്യങ്ങളാണ് റീ ഓഡിറ്റിൽ വരുന്നത്. അപ്പോ റിവ്യൂ എവിഡൻസ് നമ്മൾ കളക്ട് ചെയ്തു. ഇനി മെഷർ ഇഫക്റ്റീവ്നെസ്, നമ്മൾ കളക്ട് ചെയ്ത എവിഡൻസിൽ എത്രമാത്രം ഇഫക്റ്റീവ്നെസ് ഉണ്ട്, ഫലപ്രാപ്തി ഉണ്ടെന്നുള്ളത് ചെക്ക് ചെയ്യാം. ഇനി നമ്മൾ കളക്ട് ചെയ്ത എവിഡൻസ്, നമ്മൾ സോഴ്സ് വെച്ച് കളക്ട് ചെയ്ത എവിഡൻസിൽ എന്തെങ്കിലും തെറ്റ് വരികയാണെങ്കിൽ വീണ്ടും റീ ഓഡിറ്റ് ചെയ്യാം. ഇനി ഓൺഗോയിങ് പ്രോസസ് ആയിട്ടല്ലേ, ഇടയ്ക്കിടയ്ക്ക് അത് നോക്കാം. എന്തെങ്കിലും തെറ്റ് വരുന്നുണ്ടോ അല്ലെങ്കിൽ അത് വീണ്ടും നമ്മൾ ചെക്ക് ചെയ്യണോ എന്നുള്ളത് നോക്കി എന്തെങ്കിലും തെറ്റ് വരുന്നുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും റീ ഓഡിറ്റ് ചെയ്തുകൊണ്ടേയിരിക്കാം. ഓക്കെ ആണോ? ഇത്തരം കാര്യങ്ങളാണ് സ്റ്റേജസിൽ വരുന്നത് കേട്ടോ, ഓഡിറ്റിന്റെ സ്റ്റേജസ്. ഓക്കെ, ക്ലിനിക്കൽ ഓഡിറ്റിന്റെ സ്റ്റേജസ് ആണ് നമ്മൾ പറഞ്ഞത്. ഫസ്റ്റ് വൺ പറഞ്ഞത് ഏതായിരുന്നു? പ്രിപ്പയറിംഗ് ഫോർ ഓഡിറ്റ്, സെലക്ടിങ് ക്രൈറ്റീരിയ, മേക്കിംഗ് പെർഫോമൻസ്, അതുപോലെ മെഷറിംഗ് പെർഫോമൻസ്, മേക്കിംഗ് ഇംപ്രൂവ്മെന്റ്, സസ്റ്റൈനിങ് ഇംപ്രൂവ്മെന്റ്, റീ ഓഡിറ്റ്. ഓക്കെ, ക്ലിയർ ആണോ? ഇത്ര കാര്യങ്ങള് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, പഠിച്ചു വെക്കണേ. സ്റ്റേജസ് ഓർഡറിൽ പഠിച്ചു വെക്കാം. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ ഇത്ര വരെ വായിച്ച് മനസ്സിലാക്കിയിട്ട് വരാം കേട്ടോ. ഓക്കെ, താങ്ക് യു. ഡൗട്ട് ഒന്നും ഇല്ലല്ലോ? ഓക്കെ.